ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആട്ടോ. എക്സ്പ്ലനേഷൻ വീഡിയോ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരുന്നൊന്ന് സംസാരിച്ചിട്ട് തന്നെ കുറേ ആയി. ഒരു മന്തൊന്നും അല്ല, ഒരു പത്തി കൂടുതലായി. അല്ല, ഒരു മന്ത് ആയി കാണും. കാരണം എൻ്റെ ബർത്ത്ഡേ അന്ന് കണ്ടതായി നമ്മൾ 2 month ആവാറായി. അപ്പോൾ 2 നവംബർ ആവാറായി. അങ്ങനെയാണ്. അപ്പം നമ്മൾ അതെന്തുകൊണ്ടാണെന്നുള്ള എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൂടെ വന്നിട്ടുള്ളത്. പിന്നെ അപ്പോൾ തുടങ്ങാം നിങ്ങൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ വരാതിരുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുചേച്ചിയുടെ വീട്ടിൽ പണിയൊക്കെ നടക്കുമായിരുന്നു. ലൈക്ക് കുറച്ച് വാൾപേപ്പർ ഒട്ടിക്കൽ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. വാൾപേപ്പർ പറിച്ച് ഒട്ടിച്ച് തീരേണ്ട സമയം കഴിഞ്ഞത് ഗൈസ്. പക്ഷെ ഉണ്ടല്ലോ, വാൾപേപ്പർ വരയ്ക്കുമ്പോഴാണ് അവിടുന്ന് സിമെന്റ് ഒക്കെ പോരുന്നതായിട്ട് കണ്ട. അങ്ങനെ അത് ഫുള്ള് ഇടിക്കേണ്ട വന്നു. ഒരു സൈഡ് ഫുള്ള് ഇടിച്ച് മാറ്റിയിട്ട് അപ്പം റീഡൂ ചെയ്യുക ചെയ്തത്. അങ്ങനെ അപ്പം തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെതായ സമയം എടുത്തു. അങ്ങനെയൊക്കെ വന്നു. പിന്നെ കട്ടൻസ് മാറ്റണം, പെയിന്റുകൾ മാറ്റാനുണ്ടായിരുന്നു, പിന്നെ റൂമുകളൊക്കെ സെറ്റ് ആക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ അബുചേച്ചിയുടെ റൂം ഒരു ഹോം ടൂർ വരുന്നതായിരിക്കും. അതെന്തായാലും ഉണ്ടാവും. ഹോം ടൂർ ഇതിനകത്ത് മാത്രമല്ലായിരിക്കും വരാൻ പോകുന്നത്. അതെ ഗൈസ്, എൻ്റെ അബുചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ക്രേസി ട്രിപ്ലെറ്റ്സ്. പിന്നെ അതൊന്നും പോയി കണ്ട് നോക്കുക. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്താ നമ്മുടെ ഡോണക്കുട്ടിക്ക് 2 യൂട്യൂബ് ചാനൽ. ഗൈസ്, അതിനെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതെന്താ പറഞ്ഞാൽ ഞാൻ എനിക്ക് വലിയതാകുമ്പോൾ കാണാനായിട്ട് വെച്ചേക്കുന്നതാണ്. സത്യമായിട്ട് അങ്ങനെ വെച്ചേക്കുന്ന അല്ല, എന്നാലും ഒന്ന് പോയി കണ്ടു. ഇവളുടെ ഓരോ ഇങ്ങനെ പ്രായങ്ങൾ അതെനിക്ക് വലിയതാകുമ്പോൾ ഞാൻ എന്നെ തന്നെ ഉറക്കാതിരിക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. എന്റെ അന്നെന്തും മിണ്ടാത്ത തന്നെ പറ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കുറച്ച് വളവൊക്കെ ഉണ്ട്. അപ്പത്തേര് റോഡിൽ ഞാൻ മുന്നേ താമസിച്ചോണ്ടിരുന്ന വീട്ടിലേക്ക് 5 മിനിറ്റ് പോലും ഇല്ല. ഇവള് ഇങ്ങനെ ഇവിടെ വരുന്നു, അതുപോലെ തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ അത്ര പെട്ടെന്ന് നടക്കുന്ന സംഭവങ്ങളായിരുന്നു. പിന്നെ ഹന്നേനായിരുന്നു കുറച്ചും കൂടെ ദൂരം ഉണ്ടെങ്കിൽ പക്ഷെ എന്നാലും നമ്മൾ പോയി എടുത്തോണ്ട് വരുമോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൾ തന്നെ വരുമോ ചെയ്യാറുള്ളതാണ്. പക്ഷെ ഞാനിപ്പോൾ പുതിയോട്ട് മാറിയപ്പം കുറച്ചുകൂടെ ദൂരമുണ്ട്. ഒരു 10 മിനിറ്റ് നടക്കണം. അല്ല, ഒരു റിയൽ 5 മിനിറ്റോളം നടക്കണം. ദൂരത്തേക്ക് വിടൂല. പിന്നെ ഇപ്പം വിന്റർ ടൈമും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടുമാവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനും പോകാനൊക്കെ പാടാണ്. പിന്നെ ഇവളെ ഒട്ടും പറ്റില്ല. അതുപോലെ 13 വയസ്സ് കഴിയാത്തവർക്ക് ഒരിക്കലും തന്നെ നടക്കാനായിട്ട് ഇവിടെ അലൗഡ് അല്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ട്. ഇത്ര നേരം പോയിക്കൊണ്ട് തന്നെ. അപ്പൊ 3ാം ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ 12-13 വയസ്സായിട്ടാണോ അവരൊക്കെ നടക്കുമോ? പിന്നെ നടക്കാറുണ്ട്. അതൊന്നുമില്ല. അങ്ങനെയൊന്നും കിളിപോയി. അങ്ങനെയില്ല അപ്പൊ അങ്ങനെയില്ല കേട്ടോ. എന്നോട് പപ്പ പറഞ്ഞത് അങ്ങനെയാണ്. ബിക്കോസ് പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിരുന്നത്. അങ്ങനെയല്ല, ലൈക്ക് ഞാൻ സ്കൂളിൽ പോകുമ്പോഴത്തേന് തിരിച്ചു വരുമ്പോഴത്തേന് എന്തായിരുന്നു പോലീസിനെ കണ്ടാൽ മാറുന്നോട് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് 13 വയസ്സ് കഴിയാതെ ഇവിടെ അലൗഡ് അല്ല. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അങ്ങനെ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊന്നും ഇല്ല. പക്ഷെ കുഞ്ഞു പിള്ളേരെ വിടാൻ പറ്റില്ല. കാരണം 2ാം ക്ലാസ് വരെയുള്ളവരെ അങ്ങനെ പോകാൻ വേണ്ടി ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ അതൊക്കെ തന്നെയാണ് മെയിൻ റീസൺസ്. പിന്നെന്താ, ഇനി ഞങ്ങൾ പല പല വീഡിയോസ് ആയിട്ട് ഉറപ്പായിട്ട് വരുന്നതാണ്. പക്ഷെ എല്ലാ ദിവസവും വീഡിയോ ഇടലും നടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വിന്റർ ടൈം ഒക്കെയാണ് നടക്കുന്നത്. പെട്ടെന്ന് ഇരുട്ടാവും. ഇപ്പം 4 മണി കഴിഞ്ഞാൽ ഉടനെ ഇരുട്ടാവും. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 4 മണിയാകുമ്പോൾ ഇരുട്ടാവും. 4 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് അപ്പത്തേന് വരാം. 2 കുരുത്തക്കെട്ട സാധനങ്ങൾ വന്നതാണ്. എൻ്റെ ഒരു ചെരുപ്പ് പോയിട്ടുണ്ടായിരുന്നു, കിട്ടിയെന്ന് സോഫയുടെ അടിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട്. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ, ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ചേച്ചി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് എന്നെ വിടും ഗൈസ്. കാരണം എന്നെ ഇവളെയാണെങ്കിലും വിടും, കൊണ്ടുവരാൻ വിടും. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ റൂമിലുണ്ടല്ലോ, ഇന്ന് ഫുള്ള് പെയിന്റഡ് ആയിരുന്നു. അതിൻ്റെ കൈ കാണിച്ചു കൊടുക്ക്. കാണാവോ? അല്ല, കാണത്തില്ലല്ലോ. ഇവിടെ ഈ കയ്യില കൂടുതലും
കണ്ട കുറെ ഉണ്ട്. വൈറ്റ് അല്ല അടിച്ചേക്കുന്നത്, പക്ഷെ വൈറ്റ് ബ്രഷില് വൈറ്റ് പെയിന്റ് ആണെങ്കിൽ ഒരു ബ്രഷ് അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ എടുത്തിട്ട് കഴുകി. അപ്പം ഞാൻ അറിഞ്ഞില്ല ശരിക്കും വൈറ്റ് ബ്രഷാന്ന് ഓർത്തിട്ട് ഞാൻ കഴുകി എടുത്തായിരുന്നു. പക്ഷെ കൈക്കൂട് മുഴുവനായി പോകത്തില്ല, പതിയെ പൊക്കോളും. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, മറ്റേ ഇപ്പൊ നിങ്ങൾ ചാലഞ്ച് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ബിക്കോസ് നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത്. മറ്റേ നിങ്ങൾ ഈ സമയം തന്നെ നമുക്ക് 100 ആയ ആ ദിവസം തന്നെ ലൈക്ക് അന്നത്തെ മന്ത് തന്നെ അതേ ഇത് തന്നെ ലൈക്ക് 25 അല്ലെങ്കിൽ അങ്ങനെ ആ ടൈമിൽ തന്നെ നിങ്ങൾ 500 സബ്സ്ക്രൈബേഴ്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിന്നാവുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വിന്നാവുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതെ, നമുക്ക് പെട്ടെന്ന് ഇപ്പം സബ്സ്ക്രൈബേഴ്സ് ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. 500 സബ്സ്ക്രൈബേഴ്സ് ഡിസംബർ ലാസ്റ്റിനുള്ളിൽ നിങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിന്നാവും ഗൈസ്, നിങ്ങൾ വിന്നാവും. അത് മാത്രമല്ല ആ ഒരു അവസാനം നിങ്ങളാണോ ഞങ്ങളാണോ വിന്നായി എന്നുള്ള ഒരു വീഡിയോ വരുമല്ലോ. അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യും, എന്തും നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. നിങ്ങൾ കമന്റ് ചെയ്തോ. ഇപ്പം ആരെങ്കിലും പ്രാങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്മുചേച്ചി ആയിരിക്കും നോക്കുന്നത്, അപ്പൊ അമ്മുചേച്ചിയെ തന്നെ പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം എന്റെ കമന്റ് എല്ലാം എനിക്ക് വരും ഗൈസ്. അപ്പം വീണ്ടും ഒരു ദീപന്റെ വന്നു. അതല്ല, ദീപേന്റെ ഇവളുടെ അമ്മയാണല്ലോ, അപ്പൊ ഞങ്ങള് അങ്ങനെ പറഞ്ഞ ഞാനും എന്നെ തന്നെ അടിച്ചു ദീപേന്റെ. അപ്പൊ പിന്നെന്താ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാലഞ്ച് നിങ്ങളിപ്പോൾ 133 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത്രയും നേരം ഒന്നും വേണ്ടാക്കാൻ, പക്ഷെ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ ഒട്ടും ശ്രമിക്കുന്നില്ല. നിങ്ങൾ വ്യൂസ് എല്ലാവരും വ്യൂ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് എല്ലാവരും ഒന്ന് ഞെക്കി കഴിഞ്ഞാ നിങ്ങൾക്ക് ഒരു കാഴ്ചയില്ല, പൈസ കൊടുക്കണ്ട, കൈ വേനിക്കില്ല, എന്തൊക്കെയാ ഒന്നുമില്ല. ഞങ്ങൾക്കാണെങ്കിലോ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഓരോ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴല്ലോ ഞങ്ങളുടെ മനസ്സിൽ ഓരോ ലഡു പൊട്ടും. അങ്ങനെ ഇപ്പൊ 133 ലഡു പൊട്ടിയിട്ടിരിക്കുകയാണ്. 500 ലഡുവും കൂടെ പൊട്ടിച്ചു തരണം. അയ്യോ ബാക്കി പറയും. പിന്നെന്താ, ഞങ്ങൾ ഇത് ഈ ഒരു എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിട്ടാണ് വന്നത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ ചിലവരൊക്കെ കമന്റ് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോയി. ഞാൻ ആ വീഡിയോ ഇട്ട് കണ്ടെത്ത് വന്നതായി സാധനം. ഞാനിങ്ങനെ എൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ വരച്ച് സെറ്റാക്കുന്നുണ്ടേ. അപ്പം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോള്, അപ്പം ദീപേൻ്റെയുടെ കോളാണേ. എന്നിട്ട് ഇവള് വീണ്ടും എന്നെ വിളിച്ചു. അപ്പം ഞാൻ എടുത്തു. അപ്പോഴേക്ക് ചോദിച്ചു, ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ പറച്ചിൽ കേട്ടപ്പോഴേ എനിക്ക് തോന്നി, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ ഇപ്പം നിങ്ങളാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം, അങ്ങനെയൊക്കെ ഞാൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അന്നാണെങ്കിൽ ഞാനൊരാളാണ്, പക്ഷെ അല്ല ഞാൻ ഒരാളാണെന്ന് ഞാൻ ഒരു പേഴ്സണാണ്. സത്യം പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട്, ഞങ്ങൾ ലിറ്റിൽ പുള്ളോത്തിയാണ് ഗൈസ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേര്, പിന്നെ ഒരാള് ലൈക്ക് മൂത്ത് ലൈക്ക് ക്യാമറമാനായിട്ട് ഒരാളായിരുന്നല്ലോ അവിടെ. അപ്പൊ അതുപോലെ തന്നെ ക്യാമറമാനായിട്ട് ഇപ്പൊ ആ ക്യാമറമാൻ ഇവിടെ ഇല്ല. അതെ, ഇപ്പൊ ക്യാമറമാൻ അല്ല സത്യം പറഞ്ഞ, കാരണം ക്യാമറമാൻ വീഡിയോ എടുത്ത് തരാറില്ല. അപ്പം ഇപ്പൊ അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അങ്ങനെയാണ് ഗൈസ്. നമ്മൾ എന്താണേലും ലൈക്ക് ഇപ്പൊ 5 കല്യാണം കഴിച്ചു പോയിട്ടും അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിനെ അവര് തന്നെ വലിച്ചു പിടിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ അവരുടെ 6 പേരായി. അവര് 6 പേര് സത്യത്തിൽ നമ്മളിവിടെ സത്യം പറഞ്ഞ 5 പേര് തന്നെയാ ഗൈസ്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? എനിക്കറിയാം, ചേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഒരു അല്ല, പക്ഷേ
ഫ്രണ്ട്ഷിപ്പ് അതവരുടെ ഫ്രണ്ട്ഷിപ്പ് അവര് 6 പേര് 6 പേരല്ല 1 6 പോടുന്നു 5 അല്ല അവരെ കുറിച്ച് നമ്മൾ അതെനിക്ക് മനസ്സിലാവും. ഞങ്ങൾ അവരുടെ ബിഗ് ഫാൻ ആണ്, അതുകൊണ്ടാണ്. അതെ, ഞങ്ങള് വളരെ അവരുടെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ 3 പേര് അങ്ങനെ അവർ 3 പേര് നല്ല ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ സംഭവം സെറ്റാണ്. അതുകൊണ്ട് പിന്നെ 3 ഗേൾസ് ആണേലും 5 ഒരു ടംബോയ് ടൈപ്പ് അല്ലേ, ബോയ് ലൈക്ക് അവളൊരു സ്ട്രോങ് അല്ലേ. സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ, അതുപോലെ ഒരാളാണ് ഞാനും. പക്ഷെ എനിക്ക് പെട്ടെന്ന് വിഷമം വരും. അതെ. പിന്നെ നമ്മൾ എന്തിനാ അവരെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പം? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിൽ എന്തുകൊണ്ട് ആ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ അന്നാണ് ഞാനൊരു ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഗൈസ്. ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യത്തിന് ഇങ്ങനെ ഇരട്ടിയായിട്ട് ചിന്തിച്ച് കൂട്ടി എൻ്റെ തലയിൽ തന്നെ ഞാനതൊരു എക്സ്പ്ലോഡേഷൻ ആക്കും ഗൈസ്. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു ഇവർ തമ്മിലാണെങ്കിൽ സ്റ്റില് വരുവാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇവളുടെ എന്താ മറ്റേ ഓട്ടത്തിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പം ഇവിടെ കൊണ്ടുവിടും, ഇവളാണെങ്കിലും അങ്ങനെ തന്നെ കൊണ്ടുവിടും, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടും എപ്പോഴും കളിക്കുക സംഭവങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഞാൻ അവരുടെ അടുത്ത് കളിക്കാറില്ല. ഇവർ രണ്ടുപേരും ഇരുന്ന് കളിക്കും, കുഞ്ഞു എൻ്റെ കൂടെ കളിക്കും. അപ്പോൾ സെയിം സ്കൂളിലാണ്. ഞാൻ ചിന്തിക്കുന്നൊക്കെ ഇവർ തമ്മിൽ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പം എന്നെ വിളിക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ ഓർക്കുന്നത് ഇനി ഇവർ രണ്ടുപേരും കൂടെ ഫ്രണ്ട്സ് ആയിരിക്കും, ഇനിയിപ്പം എന്നെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചു പോയി. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ മമ്മിയോട് എന്ത് പറയുമോ, മമ്മി പാവം ചേച്ചി വീഡിയോ ഉണ്ടോ? എനിക്ക് വട്ടായിട്ടാണോ അന്ന്. ഞാനാണെങ്കിൽ പിന്നെ ഓർത്തു ഇനി ഇങ്ങനെ അവരെ വിളിക്കണ്ട, അവരെ വിളിച്ച് ഇനി ബുദ്ധിമുട്ടിക്കണ്ട, ഇതാണെന്നൊക്കെ എന്തൊക്കെയാണ് ഞാൻ വിചാരിച്ചു കൂട്ടിയെന്നറിയോ. പിന്നെ ഇവക്ക് യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ ഇനി അവരുടെ യൂട്യൂബ് ചാനലായിട്ട് അങ്ങനെ പൊക്കോളും, ഹൈനേനെയും കൂട്ടിക്കോളും, അങ്ങനെയൊക്കെ ഞാൻ പലതും ചിന്തിച്ചു കൂട്ടി. അപ്പോൾ ഈ വീഡിയോ ഇതിൻ്റെ ചാനൽ കട്ട് ചെയ്ത് കളയണമെന്ന് വരെ തോന്നിപ്പോയി. അത്രക്കൊക്കെ തിങ്ക് ചെയ്ത് പോയോ? അല്ല, കട്ട് ചെയ്ത് കളയോ ഞാനിപ്പോ വിളിച്ചില്ലായിരുന്നെങ്കിലോ? അല്ല, വിളിച്ചില്ലായിരുന്നു ഞാൻ നിന്നെ വിളിച്ചാലേ. അതാ കാരണം അപ്പ രാവിലെ പറഞ്ഞായിരുന്നു എനിക്ക് ഡോണിൽ നിന്ന് വിളിച്ചു നോക്കി കൂടെ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു, വെറുതെ പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ എന്നിട്ട് ഞാനാണെങ്കിൽ ഇരുന്ന് ചിന്തിച്ചത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഓർത്തു എന്തിനാ വെറുതെ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇത്രയും ആക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഞാൻ ഓർത്തു അപ്പം ഞാൻ അല്ല അപ്പത്തേനല്ല എന്നിട്ട് ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ മറ്റേ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടാം. ഇനി ഇവരെ ആണെങ്കിൽ അവർ തമ്മിലാണ് കൂടുതലും ഫ്രണ്ട്സ്, അപ്പോൾ ഇവർ തമ്മിലും കൂടി യൂട്യൂബ് ചാനൽ അവരുടെ യൂട്യൂബ് ചാനലായിട്ട് കൊണ്ടുപോകാൻ പോവാ. അപ്പം ഞാൻ തന്നെ പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയല്ലേ. ആ മാറിപ്പോക്കലൂടെയാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാക്കി ഞാൻ അല്ല അതങ്ങനെ വിചാരിച്ചിട്ടല്ല, അങ്ങനെ ഇടാന്ന് ഓർത്ത്. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഓർത്തു ഒരു ചാൻസ് കൂടെ കൊടുത്താലോ, ഇനിയിപ്പം ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത് വെറുതെ ആണോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടും ഒരു അനക്കൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴും ഞാൻ ഓർത്തു ശരി കാണും. വീഡിയോ കണ്ടിരിക്കുമ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു ADS യൂട്യൂബ് ചാനലിൽ നിന്ന്. ഇന്നല്ല, ഞാനങ്ങനെ യൂട്യൂബ് അല്ല, ഞാൻ ഗെയിംസിലോടാണ് അങ്ങനെ പോറ്. അപ്പോൾ എടുത്തു നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അബു ചേച്ചി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അവിടെ ഇത് കണ്ടോ പാവം അബു ചേച്ചി. അങ്ങനെ അവള് അന്നൊരു ഞാൻ പേര് വിളിച്ചോണ്ടിരിക്കും, പെട്ടെന്നൊരു കോള്, ചേച്ചി ഇങ്ങോട്ട് വരുന്നോ ചോദിച്ചപ്പോഴേക്ക് ഞാൻ പറഞ്ഞു എടി എന്താ നീ ഇങ്ങോട്ട് വരുന്നോ? അത് കഴിഞ്ഞപ്പോഴേക്ക് കാരണം ഞാൻ പെയിന്റ് അടിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ ചോദിച്ചു സംഭവങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
ഇതിൽ നല്ല വീഡിയോസ് ആയിരിക്കും അതുവരെയ്ക്കും ബൈ.